PM ശ്രീയിൽ പ്രശ്ന പരിഹാരത്തിന് ശേഷമുള്ള ആദ്യത്തെ LDF യോഗം ചേരുകയാണെന്ന്. അപ്പോൾ എന്താണ് LDF യോഗത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി LDF യോഗത്തിൽ വിശദീകരിച്ചേക്കുമെന്നാണ് സൂചന. 4 മണിക്ക് AKG സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി PM ശ്രീ ഒപ്പിട്ട നടപടി RJD ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങളും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തയാഴ്ച പ്രഖ്യാപിക്കാനിരിക്കെ പാർട്ടിയെ സജ്ജമാക്കുക എന്നതാണ് നേതൃയോഗങ്ങളുടെ അജണ്ട. ഇന്നിപ്പോൾ LDF യോഗവും ഒപ്പം തന്നെ നേതൃയോഗങ്ങളും ചേരുന്നു. അതിന്റെ വിശദാംശങ്ങൾ സഫ്വാൻ കാളികാവ്. സഫ്വാൻ, നമുക്ക് ആദ്യം LDF യോഗത്തെക്കുറിച്ച് സംസാരിക്കാം. LDF യോഗം ചേരുന്നത് പ്രത്യേക ഒരു ഘട്ടത്തിലാണ്. പ്രത്യേകിച്ചും CPI PM ശ്രീയിൽ ഉണ്ടായിരുന്ന എതിർപ്പ് പരസ്യമായി തന്നെ അറിയിക്കുകയും അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയും ഒടുക്കം വലിയ ചർച്ചകൾക്കൊടുക്കം അവരെ എന്താ പറയുക തിരിച്ചു ആശ്വസിപ്പിക്കാനാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രശ്ന പരിഹാരത്തിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. CPI കടുത്ത എതിർപ്പുകൾ ഇനി ഉന്നയിക്കാൻ സാധ്യതയില്ല. പക്ഷേ RJDയുമായി ഇതിനകം ചർച്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ RJD ഉൾപ്പെടെയുള്ള മറ്റു ഘടകകക്ഷികൾ PM ശ്രീ വിഷയത്തിൽ ഇന്നത്തെ LDF യോഗത്തിൽ CPMനെതിരെ വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ? സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ ഇടതുമുന്നണി യോഗം PM ശ്രീ വിവാദം കെട്ടടങ്ങിയെങ്കിലും ഇടതുമുന്നണി യോഗത്തിൽ മുന്നണിയിലെ കക്ഷികളെ RJD അടക്കമുള്ള കക്ഷികൾ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചതായുള്ള വാർത്തകളുണ്ടായിരുന്നു. ഈ മുന്നണിയുടെ കക്ഷികളെ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുക എന്നാണ് ഉറ്റുനോക്കുന്നത്. ഈ PM ശ്രീ വിഷയത്തിൽ CPIയുമായി വലിയ ചർച്ച മുഖ്യമന്ത്രി നേരിട്ട് തന്നെ നടത്തിയ ചർച്ച ഒരു സമവായത്തിലെത്തിയിരുന്നു. പ്രശ്നപരിഹാരം നടത്തുകയും ചെയ്തിരുന്നു. മന്ത്രിസഭാ ഉപസമിതി വെച്ച് ആ ഒരു പ്രശ്നപരിഹാരം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഇത്ര സുപ്രധാനമായ ഒരു തീരുമാനത്തിലെത്തിയതിൽ CPIയെ കൂടാതെ RJD അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾക്കും എതിർപ്പുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളായിരിക്കും, അതായത് PM ശ്രീയിൽ ഒപ്പിടാനുണ്ടായിരുന്ന സാഹചര്യങ്ങളായിരിക്കും CPMും മുഖ്യമന്ത്രിയും ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ വിശദീകരിക്കുക. CPMും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് ഇതൊരു തന്ത്രപരമായ നിലപാട്, കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങിയെടുക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട ഫണ്ട് വാങ്ങിയെടുക്കാൻ വേണ്ടി പ്രത്യേക സാഹചര്യത്തിൽ എടുത്തൊരു തീരുമാനമാണ്. അതിനപ്പുറത്തേക്ക് ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും CPMും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിലുണ്ടായിരുന്നത്. എന്നാൽ CPIയുടെ കടുത്ത എതിർപ്പ് തുടക്കം മുതൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിന് പിന്നോട്ട് പോവേണ്ട അവസ്ഥ വന്നതും മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ച് ഈ ഒരു വിഷയം ഒരു പരിഹരിക്കുന്ന ഘട്ടത്തിലേക്കും എത്തുന്നത്. അതൊരു CPM ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ചർച്ചയിലേക്കായിരുന്നു വാർത്തകളിൽ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൻ്റെ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് ഇടതുമുന്നണി യോഗവും ചേരുമ്പോൾ ഈ വിഷയം മറ്റു മുന്നണിയിലെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ RJD അടക്കമുള്ള കക്ഷികൾ തങ്ങളോട് കൂടി ഇത് ആലോചിക്കാത്തതിനുള്ള പരിഭവം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ വിഷയത്തെ വിശദീകരിക്കുക, എങ്ങനെയാണ് മുന്നണിയിലെ കക്ഷികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. സൈഫു.